ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെല്ലാം കൂടി എവിടെ പോകാമെന്നറിയാം. ഞങ്ങളെല്ലാം കൂടി ഇന്ന് റെഡിയായി അമ്പലത്തിൽ പോകാം. ഞങ്ങളിപ്പോൾ ഇരുമ്പനത്താട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, വെട്ടിക്കാവ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയാണ്. ഭദ്രകാളിയുടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇന്ന് ഭരണി ആയതുകൊണ്ട് പ്രസാദം കൂട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകണം. ഒരുവിധം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. കേരളത്തിൽ തന്നെ ഭദ്രകാളികളുടെ അമ്പലങ്ങളിൽ ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഈ വെട്ടിക്കാവ്, ഇരുമ്പനം വെട്ടിക്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇന്ന് അങ്ങാടെ പോയേക്കണേ. അപ്പോൾ ഇവിടെ ചെന്ന് ഭരണി ആയതുകൊണ്ട് ഫുഡ് കഴിക്കാം. പക്ഷേ ഈ അമ്പലത്തിൽ വരുമ്പം എന്താ പറയണേ, നല്ലൊരു ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ട ചുറ്റിനും നല്ല തണലും ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൽമരം തന്നെ മതി. അവിടെ മൊത്തം നല്ല തണുപ്പാണ്. അത്രയും വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒട്ടും ചൂട് അറിയേ ചെയ്യില്ല, അത്ര ഇതാണ്. അപ്പോൾ ഒരുവിധം ഫേമസ് ആയിട്ടുള്ള അമ്പലം തന്നെ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരുവിധം തിരക്കണ്ട കേട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ ക്യൂവിലൊന്ന് വേഗം കയറി പോകണ്ട കേട്ടോ. അകത്താലും ഒരുപാട് പേര് ഇരുത്താനുള്ള ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അധികം നേരം ഞങ്ങൾക്ക് ക്യൂവിൽ നിൽക്കേണ്ട വന്നില്ല, കുറച്ച് നേരം നിന്നാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കുട്ടിപ്പട്ടാളത്തിനും കൂടെ പോയേ. അപ്പോൾ കണ്ണൻ ഒറ്റയ്ക്ക് ഇരുന്നോളാന്ന് പറഞ്ഞാൽ അവനൊരു ഒറ്റയ്ക്ക് ഞാനൊരു ഇതിലിരുത്തി, കസരയിൽ. പക്ഷെ അധികമൊന്നുമില്ല കേട്ടോ. പപ്പടം, അച്ചാറ്, എരിശ്ശേരി, ഒരു ഓലൻ മാത്രമേ ഉള്ളൂ കറി. പിന്നെ സാമ്പാറുണ്ടായി, മോരുണ്ടായി, രസമുണ്ടായി, കാളനുണ്ടായി. അതും ഒരു ട്രിപ്പായിട്ടായിട്ട് വരുള്ളൂ. നമ്മൾ ആദ്യം സാമ്പാർ കൂട്ടി ചോറ് കഴിയുമ്പോൾ പിന്നെ കാളൻ കൂട്ടി ചോറ് ഞാൻ വരും, പിന്നെ രസം കൂട്ടി ചോറ് ഞാൻ വരും. അപ്പം ഞാൻ കാളൻ മാത്രം മേടിച്ചുള്ളൂ. രണ്ടാമത് ഇച്ചിരി ചോറും മേടിച്ച് കാളനും മേടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി എല്ലാ കറിയും അതിൽ തന്നെ ഒഴിപ്പിക്കുക ചെയ്തേ, മോരും രസമൊക്കെ. പക്ഷെ നല്ല രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പായസമാണ്. ഇത് അവിടുത്തെ പ്രസാദം കൂടിയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ